ടിവിയിലും പത്രത്തിലും ഒക്കെ ദിവസവും വരുന്ന വാർത്തകൾ ഓർത്തപ്പോ ഒരു സമാധാനവും കിട്ടാഞ്ഞിട്ടാ നിന്നെ വിളിച്ചത്. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് ഏട്ടത്തി എവിടെ പോയതാവും? ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടുന്നാ ചെറിയമ്മ പറഞ്ഞത്. ഇവിടേക്ക് ഏട്ടത്തി പോകുന്നതെന്ന് ചെറിയമ്മ ചോദിച്ചില്ലേ? എങ്ങനെ ചോദിക്കാൻ? അതിനവള് വീട്ടുതടങ്കലിൽ കിടക്കുകയല്ലേ. ചെറിയമ്മ വീട്ടു തടങ്കല്ലോ? അതെ, കൽപ്പന പുറപ്പെടുവിച്ചത് അപ്പച്ചിയാ, നടപ്പിലാക്കിയത് ചെറിയച്ഛനും. ഹരി കയറി വന്ന് ആതിര എവിടെയെന്ന് ചോദിക്കുമ്പോ എന്തു പറയണോന്നോർത്ത് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല ജയ. അച്ഛമ്മ ധൈര്യമായിട്ടിരിക്കെ. ഏട്ടത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വല്ല അമ്പലത്തിലും കയറിയിട്ടുണ്ടാവും. ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, ബദാം പാല് പോലും കുടിക്കാതെ ഹരി രാവിലെ ഇറങ്ങി പോയിരിക്കുന്നു. 10 ലക്ഷം മടക്കി ചോദിച്ച് പലിശക്കാരി ഈ മുറ്റത്ത് വന്നു നിന്ന് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുന്നു. അത്യാവശ്യമെന്ന് പറഞ്ഞ് പുതുപ്പെണ്ണ് പുറത്തു പോയിട്ട് പിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. എല്ലാം കൂടി ഓർത്തിട്ട് കൈയും കാലും കുഴഞ്ഞിട്ട് വയ്യ. അച്ഛമ്മ ടെൻഷൻ ആവണ്ട, ജേട്ടൻ അന്വേഷിക്കട്ടെ. പടിഞ്ഞാറയിലെ സേവരേട്ടന്റെ ഓട്ടോയിലാ ഏട്ടത്തി ഇവിടുന്ന് പോയത്. എവിടേക്കാ ഓട്ടോ വിളിച്ചെന്നറിഞ്ഞോ? ബസ് സ്റ്റാൻഡിൽ വിട്ടുന്നാ സേവരേട്ടൻ പറഞ്ഞത്. ദൂരേക്ക് എങ്ങോട്ടോ ആണല്ലോ യാത്ര. ചിലപ്പോ ഹരിച്ചേട്ടനോട് സ്ഥലം പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് പുതിയ വീട്ടിൽ പാല് കാച്ചണോന്നും പറഞ്ഞ് വഴക്കിട്ട് പോയ ഹരിയോട് പറയാൻ സാധ്യതയില്ല. ആതിര ചേച്ചിയുടെ പാചകമാണെന്ന് അറിഞ്ഞിട്ടോ എന്തോ വല്യേട്ടനൊന്നും കഴിക്കാതെ പോയത്. അതുകൊണ്ട് വല്യേട്ടനോട് ആതിര ചേച്ചി ഒന്നും പറയില്ല. അങ്ങനെയെങ്കിൽ ഹരിച്ചേട്ടൻ വന്നു കഴിയുമ്പോ അവര് തമ്മിൽ പുതിയ പ്രശ്നങ്ങൾ തുടങ്ങും.